അസ്സലാമു അലൈക്കും. എസ്.ആർ ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമുക്കിന്നൊരു സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച് മഷ്റൂം ചേർത്ത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊന്ന് നോക്കാം. അതിനാവശ്യമായ സാധനമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഞാനിവിടെ ഇതേപോലെ 2 പാക്കറ്റ്, ഈ ചെറിയ പാക്കറ്റ് മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇതേമാതിരി വരുന്ന 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. മഷ്റൂം കൂടുതൽ ആഡ് ചെയ്യുന്ന നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെടുത്ത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേന്. പിന്നെ 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേന്. അത് നോക്കൂ. പിന്നെ ഇതിന് ഒരുപാട് ആവശ്യമായ സാധനങ്ങളൊന്നും വേണ്ട, നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ വേണ്ടി. 1 ടീസ്പൂൺ ഗാർലിക്ക് ഞാൻ ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ 2 സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേന്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ചീസ്, ബട്ടർ 2 ടീസ്പൂൺ ബട്ടർ വേണം. ഒരല്പം ഓയിലും കൂടെ വേണം. ബട്ടർ കരിയാതിരിക്കാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ചെമ്പിനകത്തോട്ട് നമുക്കൊന്ന് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തേക്കാം. ഓയിൽ കരിയാതിരിക്കാൻ വേണ്ടിയാണ്, ബട്ടർ കരിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. എപ്പോഴും നിങ്ങളത് ശ്രദ്ധിച്ചോളണം, അല്ലെങ്കിൽ ബട്ടറിൻ്റെ കളർ മാറിപ്പോവും. ഇനി അടുത്തത് 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് ബട്ടർ ഇട്ട് ഉടനെ എണ്ണ ഒഴിച്ചിട്ട് ഇനി അടുത്തത് ഈ ഗാർലിക്കും ഉള്ളിയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നോക്കൂ, അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സോട്ടായി വന്നോട്ടെ. ഉള്ളി സോട്ടായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത അതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടിയിട്ട് ഈ ചിക്കൻ്റെ വെള്ളം എല്ലാം ഒന്ന് ഇറങ്ങിയതിന് ശേഷം മഷ്റൂമും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം എന്തായെന്നുള്ളത്. ചിക്കൻ്റെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നോക്കിച്ചേ, നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്, നല്ല തിക്കായി. ഇനി അടുത്തത് ഞാൻ ചീദർ ചീസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിന് ഒരല്പം ചീസ്, ഇതേമാതിരി 1 പിടി ചീസ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ചീസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ചീദർ ചീസ് ഇട്ട് കൊടുത്ത് നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. നോക്കിക്കേ, ഇനി നമുക്കൊന്ന് തീ ഓഫാക്കാം. തീ ഓഫാക്കി മസാല തയ്യാറായി. ഇത് തണുത്തതിന് ശേഷം നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഇതിൻ്റെ വെള്ളം എല്ലാം ഇവിടെ വറ്റി വരുന്നുണ്ട്. മഷ്റൂമും ചിക്കനും അതിനകത്തോട്ട് നമുക്ക് ഒരു ബ്ലാക്ക് പേപ്പർ, ചെറിയ 1 ടീസ്പൂൺ ബ്ലാക്ക് പേപ്പർ. ഉപ്പ് കൂടുതൽ അങ്ങ് ഇടരുത്, മയോനീസൊക്കെ ചേർക്കേണ്ടിയുള്ളതാണ്. ചീസൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഉപ്പ് കുറച്ച് ആദ്യമേ ഇടാവൂ. നോക്കി, ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലാസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയാത്തൊരു സീക്രട്ടുണ്ട്, അതാണ് നമുക്ക് ഇനി ചെയ്യേണ്ടിയുള്ള. ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഉള്ളി, ബ്ലാക്ക് പേപ്പറും ഉപ്പും മാത്രം, ഞാൻ മഷ്റൂമും ചിക്കനും മാത്രം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിക്കേ, ഒരു 1/4 കപ്പ് കുറച്ചൊരു കുക്കിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കണം. കണ്ടല്ലോ നിങ്ങൾ, കുക്കിംഗ് ക്രീം 1/2 ഗ്ലാസ്സിന് വേണ്ടി കുക്കിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കണം. നിങ്ങൾ കണ്ടല്ലോ, കുക്കിംഗ് ക്രീം ഞാൻ ഒഴിച്ച് കൊടുത്ത്. നല്ല ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ, എല്ലാവരും തയ്യാറാക്കി നോക്കണം. കുക്കിംഗ് ക്രീം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂൺ മയോനീസ് ഇട്ടു. ഞാൻ 1 ടീസ്പൂൺ മയോനീസ്, കൂടുതലുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ. ഞാൻ 1 കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മയോനീസ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കും. കുക്കിംഗ് ക്രീം, മയോനീസ് എല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കോൺ പൗഡറാണ്. കോൺ പൗഡർ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. സാൻഡ്വിച്ചിൻ്റെ മസാല ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഈ ഒരു ബോളിലോട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. നല്ലതായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്.
ഇതിനകത്തൊന്ന് ഇതിലോട്ടൊന്ന് മാറ്റി കൊടുക്കും. മാറ്റി കൊടുത്തു. മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. നോക്കൂ, ഞാൻ ഇതേമാതിരി ഒരു മിനി ബന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നോക്കിക്കാണി, മിനി റോളാണ് വാങ്ങിയിട്ടുള്ളത്. ചെറിയ ബന്നാണ്, മിനി സൈസ് ബന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിലാണ് ഞാൻ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണ് നമുക്കൊന്ന് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ നോക്കൂ. ചെറി ടൊമാറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്. മുസറല്ല ചീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് മിനി റോളും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിൻ്റെ മോള് ഒരല്പം കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളയണം. നോക്കിക്കേ, ഇതേപോലെ കട്ട് ചെയ്ത് കളച്ചിട്ട് ഇതിനകത്തുനിന്ന് കുറച്ച് ശകലം ഇതിനകത്തുനിന്ന് എടുത്ത് കളയണം. ഇതേമാതിരി നോക്കിക്കേ, എല്ലാ ബന്നുകളും ഇതുപോലെ ഒരല്പം ഒന്ന് കളഞ്ഞിട്ട് ഇതിനകത്തിരിക്കുന്ന ഇതുണ്ടല്ലോ, ആ ചോറ്, അത് കുറച്ചങ്ങ് എടുക്കണം. അതിന് നമുക്ക് ആവശ്യമില്ല. അതിന് പകരമാണ് നമ്മൾ മസാല നിറച്ച് കൊടുക്കുന്നത്. നല്ല ഈസിയാണ്. ഈ മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ സാൻഡ്വിച്ച് ഏത് ഐറ്റം വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് വെച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം. കണ്ടല്ലോ നിങ്ങൾ, ഇതേമാതിരി എല്ലാ ബന്നും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതൊക്കെ ഞാൻ നല്ല റംദാനിക്ക് ഞാൻ ശരിക്കും ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ഇപ്പം ഞാൻ ഫ്രീ ആയതുകൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ച്. ബന്ന് ഞാനിവിടെ എല്ലാം ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളടുത്ത് കാണിക്കാൻ പോകുന്നത്, ഞാൻ ഇതേമാതിരി ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇതിനകത്ത് മസാല നിറച്ച് വെക്കണം. നമ്മളുണ്ടാക്കിയ മസാല അതിനകത്തോട്ടൊന്ന് നിറയ്ക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാവ്, ഈ മസാല ഒരു ഒന്നൊന്നര മസാലയാണ് മക്കളെ. ഈ സാൻഡ്വിച്ച് ഒരു ഇരിപ്പിൽ ഒരു 10 നിങ്ങൾ കഴിച്ചു. കണ്ടല്ലോ, മസാല നിറച്ചു. അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരല്പം ചീസ് വെച്ചു. അതിൻ്റെ മുകളിൽ ചെറി ടൊമാറ്റോ ആണെങ്കിൽ ഒരെണ്ണം വെച്ച് കൊടുക്കണം. വലുതാണെങ്കിൽ 2 കഷ്ണമാക്കണം. ഓക്കെ, കണ്ടല്ലോ, ഇതിൻ്റെ മോഡലൊക്കെ മാറി വന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇങ്ങനെയാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. നോക്ക്, അടുത്തതൊന്നും കൂടി കാണിച്ചു തരാം. നോക്ക്, ബിസ്മില്ല. ഒരു ബിസ്മി ചെല്ലുമ്പം 10 സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പം 10 ബിസ്മി നമുക്ക് കിട്ടും. അൽഹംദുലില്ലാ, അത് നമ്മളെ കിതാബ് നിറയാൻ അത് തന്നെ കാരണമാവും. അൽഹംദുലില്ലാ. നോക്ക്, ഇപ്പോഴ് ആ സാൻഡ്വിച്ച് ചീസും വെച്ച് അതിനകത്ത് ബിസ്മില്ല എന്ന് ചൊല്ലി ഒരു തക്കാളിയും കൂടെ വെച്ചപ്പം ഇപ്പോൾ എത്ര ബിസ്മിയായി? 2 ബിസ്മിയായി ഒരു സാൻഡ്വിച്ചിനകത്ത്. അപ്പോൾ അതേപോലെ നമ്മൾ ഞാൻ തമാശ പറയണല്ല, ഞാൻ അങ്ങനെയാണ്. അപ്പം നമ്മളെയൊക്കെ വീട്ടിലൊന്നും അങ്ങനെയൊന്നും അല്ല. നമ്മൾ വെളിയിൽ പരിചയത്തൊക്കെ വന്നാൽ നമ്മളെ സാഹചര്യം വെച്ച് നമ്മളെല്ലാം ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകും. അപ്പം നോക്കി, ബിസ്മില്ല. നോക്കിക്കാണി, ഇപ്പോൾ ഒരു ബിസ്മിയായല്ലോ. ചീസ് വെച്ചപ്പം മസാല വെച്ചപ്പോൾ ഒരു ബിസ്മിയായി. അപ്പം മൂന്നാമതൊരു ബിസ്മി. ഒരു സാൻഡ്വിച്ചിൻ്റെ അകത്ത് 3 ബിസ്മി നമുക്ക് കിട്ടും. നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയേ. ബിസ്മി കൂട്ടുമ്പം ഭയങ്കരമായ ടേസ്റ്റും കിട്ടും. അൽഹംദുലില്ലാ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹയറും കിട്ടും. നോക്കി, അപ്പം ഞാൻ 3 സാൻഡ്വിച്ച് ഉണ്ടാക്കി കാണിച്ചു. ഇതേമാതിരി ബാക്കിയുള്ളതെല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാം. നോക്കി, ഞാൻ ട്രേക്കകത്ത് വെച്ചു. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേമാതിരി തയ്യാറാക്കി എടുക്കാം. നോക്കിക്കേ, സാൻഡ്വിച്ചിലെല്ലാം ഞാൻ മസാല വെച്ച് നിറച്ചിട്ടുണ്ട്. എന്താ ഒരു മൊഞ്ചം നിങ്ങൾ നോക്കിക്കാണി. പുതിയ കണക്കല്ലേ ഇരിക്കുന്നത്. അൽഹംദുലില്ലാ. നമുക്കിതൊന്ന് ഓവനിൽ വയ്ക്കാം. ഓവനൊന്ന് ചൂടാക്കി ഇടണം. 10 മിനിറ്റിന് മുമ്പായിട്ട് ഫ്രീ ഹീറ്റാക്കി ഇടണം. അതിന് ശേഷം ഇത് ഓവനിൽ വയ്ക്കാം. ഓവനിൽ വെച്ച് ചിക്കനല്ല, ഈ തക്കാളി, ഈ ചീസൊന്ന് മൾട്ടാക്കി നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയാണ് ഓവൻ വയ്ക്കണം. ഓവർ കളറൊന്നും വേണ്ട. നമുക്കൊന്ന് ഓവനിൽ വയ്ക്കാം. കൂടിയാൽ ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഓവൻ ചൂടായി കഴിഞ്ഞാൽ വെറും ഒരു 5 മിനിറ്റ് മാത്രം മതി. നമുക്കൊന്ന് ഓവനിലോട്ട് വെക്കാനായിട്ട് പോവാം. യല്ലാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഓവനിൽ വെക്കാൻ ഞാൻ പോവുകയാണ്. ബിസ്മില്ല. നിങ്ങൾ ബിസ്മില്ല മറക്കരുത് കേട്ടോ. എല്ലാവരും ബിസ്മില്ല കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നോക്കിക്കേ, ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട് 5 അല്ലെങ്കിൽ 6 മിനിറ്റ്, അതിനപ്പുറം വേണ്ട. അപ്പോൾ അതിനപ്പുറം വെച്ച് നമുക്ക് എടുക്കാം. ഞാൻ ഓവനിൽ വെച്ച് ക്ലോസ് ആക്കിയിട്ടുണ്ട്. അതവിടെ റെഡി ആയിക്കോട്ടെ. സാൻഡ്വിച്ച് പുറത്ത് എടുത്തിട്ടുണ്ട്, തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചൂടോട് കൂടി ഒരല്പം ഉറകാനോ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല അടിപൊളി ഒരു സ്മെല്ല് കിട്ടും. നോക്കിക്കാണി, ഉറകാനോ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അതിന് പ്രശ്നമൊന്നുമില്ല. ഒരു ഇതായിട്ട് കിട്ടുവാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പ്രശ്നമില്ല, ഉണ്ടെങ്കിൽ ചെയ്യൂ, ഇല്ലെങ്കിൽ വേണ്ട. സാൻഡ്വിച്ച് തയ്യാറായിട്ടുണ്ട് കുട്ടികളെ. യല്ലാ, ഇതിനകത്തോട്ട് ഒരു ബോൾ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ട്രേ. അതിനകത്തോട്ട് ഒരു ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. അതിലോട്ടൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. ബിസ്മില്ല. ഇപ്പോൾ ഈ സാൻഡ്വിച്ചിനകത്ത് എത്ര വിസ്മയായി നിങ്ങൾക്ക് എണ്ണാമോ? നോക്കിക്കേ, എല്ലാവരും ഇതേമാതിരി ഒന്ന് തയ്യാറാക്കി നോക്കൂ. നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സാൻഡ്വിച്ചാണ്. ആരും മടിച്ചിരിക്കേണ്ട, വേഗം പോയി തയ്യാറാക്കൂ. 2 പാക്കറ്റ് സാൻഡ്വിച്ചിന് കൂടിയ തുച്ഛമായ പൈസയില്ല. നമ്മളെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വെച്ച് നമുക്കിത് തയ്യാറാക്കാം. നോക്കിക്കേ, തയ്യാറാണല്ലോ, എല്ലാം റെഡിയാണ്.